1872 രചിക്കപ്പെട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രണയകാവ്യം പിന്നീടത് കാലഘട്ടത്തിൻ്റെ അതിമനോഹരമായ പ്രണയകഥയായിട്ട് മാറുകയായിരുന്നു. ബദറുൽ മുനീർ എന്നാൽ പൂർണ്ണചന്ദ്രൻ എന്നാണ് അർത്ഥം. ഹുസ്നുൽ ജമാൽ എന്നാൽ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയും. അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന അവരുടെ കൊട്ടാരവും പിന്നീട് ചതിയിലകപ്പെട്ട് അവർ വേർപിരിയുന്ന അതിവേദനദാരുണമായ അവരുടെ പ്രണയകഥയും ശേഷം അതീവ നിഗൂഢതകൾ നിറഞ്ഞ ജിന്നുകളുടെ ലോകത്തേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന അതിതീവ്രമായ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വേദനയുടെയും ചതിയുടെയും ഒക്കെ കഥയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥയായിട്ട് മാറുന്നത്. ഇന്ന് ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും ആ മനോഹരമായ രാത്രിയിലേക്ക് ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കൊട്ടാരത്തിലെ രാജാവിൻ്റെ മകളായിരുന്നു ഹുസ്നുൽ ജമാൽ. മന്ത്രിപുത്രനായിരുന്നു ബദറുൽ മുനീർ. അവർ ചെറുപ്പത്തിലെ ഒരുമിച്ച് ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്ത അതിമനോഹരമായ ബാല്യകാലമുണ്ട് അവർക്ക്. പരസ്പരം കാണുന്നതിനപ്പുറം മോഹിക്കുന്നത് വലിയ പാപമായിരുന്നിട്ട് പോലും അവർ ഒരുമിച്ച് കളിച്ച് അവരുടെ കൊട്ടാരത്തിൽ അങ്ങനെ വളരുകയാണ്. അവരുടെ സൗന്ദര്യവും കളിച്ചിരികളും മുഖരിതമായ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവും അതിൻ്റെ പൂന്തോട്ടങ്ങളുമെല്ലാം അവരുടെ കണ്ട് അസൂയപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ഉമ്മക്ക്, ഹുസ്നുൽ ജമാലിൻ്റെ ഉമ്മക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര സഹിക്കുന്നില്ല. അവർ പലപ്പോഴും രാജാവിനോട് പരാതി പറയുന്നുണ്ട്, നമ്മുടെ മകൾ എപ്പോഴും ആ മന്ത്രിപുത്രൻ്റെ കൂടെയാണ്, ഇത് നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ. അതെല്ലാം കേട്ട് രാജാവ് തൻ്റെ ഭാര്യയെ കളിയാക്കി ചിരിക്കും. അവർ കുട്ടികളല്ലേ, അവരങ്ങനെ കളിച്ച് വളരട്ടെ. പക്ഷേ ആ ഭാര്യയ്ക്ക് ഇതൊന്നും കേട്ട് സമാധാനമായിരുന്നില്ല. പക്ഷേ അവരങ്ങനെ വളരെ സന്തോഷത്തോടെ കളിച്ച് വളരുകയാണ്. ഒരുമിച്ച് അവർ പാഠങ്ങൾ പഠിക്കുന്നു, അമ്പെയ്ത്ത് പഠിക്കുന്നു, മനോഹരമായ ചിത്രരചനയും കവിതയും ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ കൊട്ടാരത്തിലെ മനോഹരമായ ദിവസങ്ങൾ അവരുടെ അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. അവരവരുടെ യൗവനത്തിലേക്ക് കടക്കുകയാണ്. ബദറുൽ മുനീറിൻ്റെ സൗന്ദര്യം ഇന്ന് നാട്ടിലാകെ പരക്കെ ഒരു വാർത്തയായിരിക്കുകയാണ്. മന്ത്രിപുത്രനെ ഒരു നോക്കെങ്കിലും കാണാൻ ആ നാട്ടിലെ പെൺകുട്ടികളെല്ലാം വഴിയടയാളങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്ന മനോഹരമായ ദിവസങ്ങൾ. ഹുസ്നുൽ ജമാലും അതുപോലെ സുന്ദരിയായിരുന്നു. രാജാവിൻ്റെ മകളുടെ സൗന്ദര്യം ആ നാട്ടിലാകെ ഒരു പാട്ടായി പരന്നു കിടക്കുകയായിരുന്നു. ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും മനോഹരമായ ആ യൗവന ദിവസങ്ങളും അങ്ങനെ കടന്നു പോവുകയാണ്. അതിനിടയിൽ അവരുടെ സൗഹൃദം പതിയെ പതിയെ പ്രണയത്തിലേക്ക് കവാടങ്ങൾ തുറക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ ബദറുൽ മുനീർ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഹുസ്നുൽ ജമാൽ അവളുടെ മുറിയിലിരിക്കുകയാണ്. ആരും കാണാത്ത, എല്ലാവരും ഉറങ്ങിയ, കാവൽക്കാരും രാജാവും അവരുടെ ഭാര്യയും ഒക്കെ ഉറങ്ങിയ ഒരു രാത്രിയാണ് ബദറുൽ മുനീർ ഈ സമയത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അവൾ ഹുസ്നുൽ ജമാലിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിനിയും എൻ്റെ ഹൃദയത്തിൽ ഇത് അടക്കി പിടിക്കാനാവില്ല. എനിക്ക് നീ ജീവനാണ്, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു. ഇത് വെറും ഒരു സൗഹൃദമല്ല എന്ന് നിനക്ക് തന്നെ അറിയില്ലേ. ഇത് കേട്ടതോടെ ഹുസ്നുൽ ജമാലും കരയാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമുള്ളൂ ബദറുൽ മുനീർ. എൻ്റെ ഹൃദയത്തിലെ എല്ലാ പ്രണയവികാരങ്ങളും നിനക്ക് വേണ്ടി ഞാൻ എന്നേ സമർപ്പിച്ച് കഴിഞ്ഞതാണ്. നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, നമ്മൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കാണുന്നത് മാത്രമാണ് എൻ്റെ രാത്രികളിൽ മുഴുവനും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ അവരുടെ പ്രണയം അതിമനോഹരമായി ആ രാത്രി അവിടെ ആരംഭിക്കുകയാണ്. പക്ഷേ ആ രാത്രിയിൽ അവർ പറയുന്ന ഈ സ്വകാര്യങ്ങളെല്ലാം ഒരു കാവൽക്കാരൻ മാത്രം ഉറങ്ങാതെ രഹസ്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ ഭാര്യയാണ് ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ആ കാവൽക്കാരനെ അവിടെ ഏൽപ്പിച്ചത്. അങ്ങനെ ആ കാവൽക്കാരൻ പിറ്റേ ദിവസം ആ രാജാവിൻ്റെ ഭാര്യയോട് ചെന്ന് ഈ വാർത്തകളെല്ലാം പറയുന്നുണ്ട്. രാജ്ഞി ഉടനെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആക്രോശിക്കുകയാണ്, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ ആ മക്കളെ നോക്കണമെന്ന്. ഇപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയുമോ? അവർ രണ്ടുപേരും പരസ്പരം പ്രണയത്തിലാണ്.
ഇത് കേട്ടതോടുകൂടെ രാജാവിന് അവിടുത്തെ ദേഷ്യം ഇരട്ടിയാവുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയുടെ പുത്രൻ, അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടാണ് ഞാൻ അവനെ ഇവിടെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുന്നത്. എന്നിട്ട് അവൻ എനിക്കെതിരെ തന്നെ തിരിയുകയോ എൻ്റെ മകളെ അവൻ പ്രണയിക്കുകയോ, അതിനു മാത്രം എന്ത് യോഗ്യതയാണ് അവനുള്ളത്? രാജാവ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാവൽക്കാരോട് പറയുന്നു, ഉടനെ ഹുസ്നുൽ ജമാലിനെ ഇവിടെ ഹാജരാക്കണം, അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം. രാജാവ് അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതേസമയം ഹുസ്നുൽ ജമാൽ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയതമയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ ആ മനോഹര നിമിഷത്തെ ഓർത്ത് ബദറുൽ മുനീർ തൻ്റെ വീട്ടിലെങ്ങനെ ഇരിക്കുകയാണ്. ആ മനോഹരമായ രാത്രിയെയും സ്വന്തമാക്കാനിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെയും ആലോചിച്ച് ബദറുൽ മുനീറിൻ്റെ ദിവസം അങ്ങനെ ആരംഭിക്കുകയായിരുന്നു. അപ്പോഴാണ് കഥകിൽ വന്ന് ആരോ ശക്തിയായി മുട്ടുന്നത് കേൾക്കുന്നത്. പെട്ടെന്ന് ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ രാജാവിൻ്റെ കാവൽക്കാരാണ്. ഉടനെ നിങ്ങളെ രാജാവ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാവൽക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക്, രാജസദസ്സിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയാതെ ബദറുൽ മുനീർ അന്താളിച്ച് നിൽക്കുകയാണ്. കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്തേക്കെത്തി. തൻ്റെ പിതാവായ മന്ത്രിയും അവിടെ രാജാവിൻ്റെ കൂടെയുണ്ട്. രാജാവ് ആക്രോശിക്കുകയാണ്. ഇന്നലെ നീ എന്താണ് എൻ്റെ മകളോട് പറഞ്ഞത്? നിങ്ങൾ പ്രണയത്തിലാണെന്നോ? ഞാനിതൊരിക്കലും സമ്മതിക്കുകയില്ല. ഞാൻ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടാണ് ഇവിടെ കൊട്ടാരത്തിൽ തന്നെ വളരാൻ അനുവദിച്ചതും എൻ്റെ മകളുടെ കൂടെ കളിച്ചുല്ലസിക്കാനൊക്കെ അവസരം നൽകിയത്. എന്നിട്ടിപ്പോൾ നീ എനിക്കെതിരെ തിരിയുകയാണോ? ഇത് കേവലം ഒരു സ്നേഹമല്ല, ഇത് രാജപുത്രിയോടുള്ള ഈ അധികാരത്തോടുള്ള മോഹമാണ് നിൻ്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത്. ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് രാജാവ് അവിടെ ഉറപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ഉടനെ ബദറുൽ മുനീർ വളരെ ശബ്ദം താഴ്ത്തി രാജാവിനോട് പറയുന്നുണ്ട്, രാജാവേ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ഞാനും ഹുസ്നുൽ ജമാലും ഗാഢമായ പ്രണയത്തിലാണ്. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കണം. വീണ്ടും രാജാവിൻ്റെ ദേഷ്യം കലിതുള്ളി കയറുകയാണ്. ഒരിക്കലും ഞാനിതിന് സമ്മതിക്കുകയില്ല. അതൊരിക്കലും സാധ്യമാവുകയുമില്ല. എൻ്റെ മകളോടുള്ള നിൻ്റെ പ്രണയം വെറും നിൻ്റെ രാജമോഹം മാത്രമാണ്. നീ വഞ്ചകനാണ്. ഒരിക്കലും നിന്നെ അതിന് സമ്മതിക്കില്ല എന്ന് അവിടെ നിന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ബദറുൽ മുനീർ വീണ്ടും വീണ്ടും രാജാവിനോട് തൻ്റെ പ്രിയപ്പെട്ടവളെ പറ്റിയും അവരുടെ സ്നേഹത്തിൻ്റെ സത്യസന്ധതയെപ്പറ്റിയും വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാജാവ് അലറുകയാണ്. ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത്, ഒരക്ഷരം പോലും മിണ്ടുകയും ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിപുത്രൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് നിൻ്റെ തല ഞാൻ എടുക്കാത്തത്. അതുകൊണ്ട് ഈ നിമിഷം ഈ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങണം. ഒരിക്കൽ പോലും ഇനി ഈ കൊട്ടാരത്തിലേക്ക് കാല് കുത്തരുത്. നീയും നിൻ്റെ കുടുംബവും ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൻ്റെ പുറത്താണ്. ഉടനടി രാജാവ് ബദറുൽ മുനീറിനെയും കുടുംബത്തെയും ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. വളരെ വേദനയോടെയാണ് ബദറുൽ മുനീർ ആ കൊട്ടാരം വിട്ടിറങ്ങുന്നത്. കൊട്ടാരം ഉപേക്ഷിക്കുന്നതായിരുന്നില്ല ബദറുൽ മുനീറിൻ്റെ വിഷമം. മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു നോക്കുപോലും കാണാൻ അനുവദിക്കാതെ തന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയോടിക്കുന്നതായിരുന്നു ഒരിക്കലും സഹിക്കാനാവാത്ത ബദറുൽ മുനീറിൻ്റെ വേദന. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി രാജാവിൻ്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് ബദറുൽ മുനീറും കുടുംബവും ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ബദറുൽ മുനീറിനാകുന്നില്ല. അത്രത്തോളം അപമാനഭാരത്താൽ അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നു പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ ഇതെല്ലാം അറിഞ്ഞാൽ അവൾക്കൊരിക്കലും സഹിക്കില്ല. ഒരു നിമിഷം പോലും എന്നെ കാണാതിരിക്കാൻ അവൾക്കാകില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്താണ് ചെയ്യാനാവുക? വളരെ വേദനയോടുകൂടെ ബദറുൽ മുനീർ ആ കൊട്ടാരത്തിൽ നിന്നങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അതേസമയം മുറിയിൽ തൻ്റെ പ്രിയപ്പെട്ടവനെയും ആലോചിച്ച് ഹുസ്നുൽ ജമാൽ അവരുടെ പ്രണയത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളെ ആലോചിച്ച് മുറിയിൽ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് രാജ്ഞി, അവരുടെ ഉമ്മ, ആ മുറിയിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നു, ബദറുൽ മുനീറിനെ ഈ കൊട്ടാരത്തിൽ നിന്നും ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. ഹുസ്നുൽ ജമാൽ താൻ കേട്ടതെന്താണ് എന്ന് വിശ്വസിക്കാൻ പോലും ആകാതെ സ്തബ്ധയായി നിന്നു പോവുകയാണ്. ശേഷം പറയുന്നു, നിങ്ങളുടെ പ്രണയം ഈ കൊട്ടാരവും രാജാവും എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഉടനടി രാജാവ് അവനെയും കുടുംബത്തെയും ഈ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയോടിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത് എന്നാണ് രാജാവിൻ്റെ ഉത്തരവ്. താൻ ഇത്രയും കേട്ടത് എന്താണെന്ന് പോലും ഹുസ്നുൽ ജമാലിന് വ്യക്തമായി കേട്ടില്ല. അവൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ കാണാതെ ഞാൻ എൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്? എനിക്കതിനാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ എനിക്കാവില്ല. രാജ്ഞി അവരോട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ നിന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്.
അന്ന് നീ അത് കേട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ ഗതി വന്നത്. അതുകൊണ്ട് നീ നിനക്ക് പറ്റിയ ഒരു രാജകുമാരനെ കണ്ടെത്താൻ ശ്രമിക്ക്. നിനക്കൊരു മനോഹരമായ വിവാഹ ജീവിതം ഞാൻ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഹുസ്നുൽ ജമാലിൻ്റെ തടവറ ജീവിതം അന്നു മുതൽ ആ കൊട്ടാരത്തിൽ ആരംഭിക്കുകയാണ്. പുറത്തേക്ക് കടക്കാനോ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനോ, എന്തിന് ആ മുറി വിട്ടുപോലും പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഹുസ്നുൽ ജമാലിന് ഹനിക്കപ്പെടുകയാണ്. സദാസമയം ആ മുറിക്ക് ചുറ്റും കാവൽക്കാർ നിരന്ന് നിൽക്കുകയാണ്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അവൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യവുമില്ല. അവൾ പതിയെ പതിയെ ഭക്ഷണം കഴിക്കാതായി. സദാസമയവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരുപോലെ കണ്ണടക്കാതെ തൻ്റെ പ്രിയപ്പെട്ടവനെ ആലോചിച്ച് ആ വിരഹവേദനയിൽ അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ രാത്രികൾ മുഴുവനും അവസാനിപ്പിക്കുകയാണ്. ഒരുപോലെ കണ്ണടക്കുന്നില്ല, ഒരിറ്റു ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അവളുടെ ദുസ്സഹമായ ആ തടവറ ജീവിതത്തിൽ അവൾ അങ്ങനെ ഉരുകി ഇല്ലാതാവുകയാണ്. അവളുടെ സൗന്ദര്യം അങ്ങനെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പേരുകേട്ട ഹുസ്നുൽ ജമാലിൻ്റെ നാട്ടിൽ മുഴുവനും പരസ്യമായ അവളുടെ സൗന്ദര്യവും ദിവസവും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ അത് കുറഞ്ഞു വരികയാണ്. അവളുടെ തടവറ ജീവിതത്തിൽ അവൾ അത്രമേൽ ദുസ്സഹമായ ജീവിത വഴികളിലൂടെയായിരുന്നു അന്ന് അവൾ നടന്നുകൊണ്ടിരുന്നത്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. മകളുടെ ഇത്രയും ദുസ്സഹമായ വേദനയും വിഷമവും ഒന്നും കണ്ടിട്ടും രാജാവ് അവൾക്ക് വേണ്ടി വഴങ്ങിയില്ല. തൻ്റെ രാജപദവിയും അധികാരവും അതിൻ്റെ അഹന്തതയും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒരിക്കലും തൻ്റെ മകളുടെ ഈ ഒരു ഇഷ്ടത്തിന് വേണ്ടി താൻ വഴങ്ങിക്കൊടുക്കില്ല എന്ന് അദ്ദേഹം എന്നോ ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹുസ്നുൽ ജമാലിൻ്റെ തേങ്ങലുകളും കരച്ചിലുകളും കേട്ടുകൊണ്ടാണ് ഓരോ രാത്രിയും ആ കൊട്ടാരത്തിൽ നിന്ന് പതിയെ പടിയിറങ്ങിപ്പോയത്. കൊട്ടാരം പതിയെ ശാന്തമാകുന്നു, നിശബ്ദമാകുന്നു. അവളുടെ കളിച്ചിരികളാലും തമാശകളാലും മുഖരിതമായ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ എന്നോ ആ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരുന്നു. ഇന്ന് അത് നിശബ്ദമായ വേദനയുടെ ഒരു സങ്കേതം മാത്രമാണ്. ആ കൊട്ടാരത്തിൻ്റെ കൽപ്പടവുകളിൽ നിന്ന് ഇപ്പോൾ കണ്ണീർ തുള്ളികൾ മാത്രമാണ് പൊഴിയുന്നത്. ബദറുൽ മുനീറാകട്ടെ എല്ലാ രാത്രിയും കൊട്ടാരത്തിൻ്റെ മതിലിന് സമീപം വന്ന് ആ കൊട്ടാരത്തിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഒരു നോക്കെങ്കിൽ ഒരു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ വേണ്ടി. പക്ഷേ അവളെ ആ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ തൻ്റെ രാജാവോ അവരുടെ കാവൽക്കാരോ സമ്മതിക്കുന്നില്ലായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ആ തടവറ ജീവിതത്തിൽ അവളുടെ കണ്ണീരിന് അവസാനമില്ലാതെ അവൾ ദിവസവും കരഞ്ഞുകൊണ്ടങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ആ ഇടക്കാണ് അവരുടെ മുറിയിലേക്ക് കടന്നു വരുന്ന സൈനബ എന്ന ഒരു പരിചാരിക. ഒരേ സമയം ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും ഒക്കെ വളരെ നന്നേ ചെറിയ പ്രായത്തിലേ പരിചരിച്ചിരുന്ന കൊട്ടാരത്തിലെ പരിചാരികയായിരുന്നു അവർ. അവർക്കിന്ന് വളരെയേറെ വാർദ്ധക്യം പിടിപെട്ടിട്ടുണ്ട്. ഹുസ്നുൽ ജമാലിൻ്റെ മുറിയിലേക്ക് കയറാൻ അനുമതിയുള്ള ഒരേ ഒരു പരിചാരിക അവർ മാത്രമാണ്. ഹുസ്നുൽ ജമാലിന് ഭക്ഷണം കൊടുക്കാനും അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത് ഈ സൈനബ എന്ന വൃദ്ധയായ പരിചാരികയായിരുന്നു. ഹുസ്നുൽ ജമാലിനെ വളരെ ചെറുപ്പം മുതലേ എടുത്തു നടക്കുന്ന പരിചരിക്കുന്ന അവൾക്ക് ഈ തടവറ ജീവിതവും അവരുടെ കരച്ചിലുമൊന്നും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ വേദന ഈ സൈനബയുടെ വേദന പോലെ തന്നെയായിരുന്നു അവരും കണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു ദിവസം അലക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിനിടയിൽ ഒരു കഷ്ണം തുണി ഈ സൈനബയുടെ കയ്യിൽ കിട്ടുന്നത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്കെങ്കിലും കാണാൻ എനിക്ക് അവസരം തരണം. സൈനബ ആ തുണി തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അലക്കാനുള്ള വസ്ത്രങ്ങളും എടുത്തിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൾ അത് നോക്കി കരയുകയാണ്. എനിക്കെന്താണ് ചെയ്യാനാവുക? വൃദ്ധയായ ഞാൻ ആ തടവറയിൽ കഴിയുന്ന ഹുസ്നുൽ ജമാലിന് എന്ത് സഹായമാണ് എത്തിക്കുക? എങ്ങനെയാണ് അവളെ ഞാൻ ബദറുൽ മുനീറിൻ്റെ മുന്നിൽ കൊണ്ടു ചെന്നാക്കുക? ആ കാവൽക്കാരെയും ഈ രാജാക്കന്മാരെയും മുഴുവൻ എതിർത്ത് എനിക്കെന്താണ് ചെയ്യാനാവുക? ഞാൻ വെറും ഒരു അടിമയായ പരിചാരിക മാത്രമാണ്. അവരും അന്ന് രാത്രി ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സ്വന്തം മകളെപ്പോലെ ഞാൻ കാണുന്ന രാജാവിൻ്റെ മകളായ ഹുസ്നുൽ ജമാലിനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. അതിന് എന്തു വേദനയും ഞാൻ സഹിക്കും. അതിന് എനിക്ക് മരണമാണ് വിധിക്കപ്പെടുന്നെങ്കിൽ പോലും ഞാനതിന് തയ്യാറാണ്. അങ്ങനെ അടുത്ത ദിവസം വസ്ത്രങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ സൈനബ ഒരു പേപ്പറിൽ ഒരു എഴുത്ത് എഴുതിയിട്ട്
ഈ ഹുസ്നുൽ ജമാലിൻ്റെ തലയണിക്കടിയിൽ വെക്കുന്നു. എന്തിനാണ് ഇങ്ങനെ എഴുത്തുകൾ കൈമാറുന്നത് എന്ന് വെച്ചാൽ, അവരുടെ ചുറ്റും കാവൽക്കാരുണ്ട്. അവർ പറയുന്നതെല്ലാം ഈ കാവൽക്കാർ ഒപ്പിയെടുക്കും, രാജാവിന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും ഈ കത്തെഴുതലിങ്ങനെ തുടർന്നു പോകുന്നത്. അന്നേ ദിവസം സൈനബ ആ തലയണക്കടിയിൽ വെച്ച പേപ്പർ എടുത്തിട്ട് ഹുസ്നുൽ ജമാൽ വായിക്കുന്നുണ്ട്. പേടിക്കാതിരിക്കൂ, എന്തു വന്നാലും ഞാൻ സഹായിക്കാം. അങ്ങനെയായിരുന്നു സൈനബയുടെ ആ വാക്കുകൾ. അത് കണ്ടപ്പോൾ ദിവസങ്ങളായി നഷ്ടപ്പെട്ടു പോയ ഹുസ്നുൽ ജമാലിൻ്റെ മുഖത്തെ പ്രകാശം അവിടേക്ക് തിരിച്ചു വരികയാണ്. അവൾക്ക് വളരെ ആശ്വാസമാകുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കാൻ ഈ സൈനബ എന്ന പരിചാരികയെങ്കിലും ഉണ്ടല്ലോ എന്നവൾ ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ സൈനബയെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് അവരേറ്റെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഞാൻ ബദറുൽ മുനീറിനെ കണ്ടെത്തുക? എവിടെയാണ് അവൻ താമസിക്കുന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ കണ്ടെത്തണം. എന്ത് വില കൊടുത്തും അത് നേടിയെടുത്തേ പറ്റൂ. സൈനബ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ അവർ ചന്തയിലേക്കും അങ്ങാടിയിലേക്കൊക്കെ പോകുന്ന ഒരു ദിവസം, കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ട അവരുടെ മന്ത്രിപുത്രനെ പറ്റിയും അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയാണ് ബദറുൽ മുനീർ താമസിക്കുന്നത്? എല്ലാവരോടും അന്വേഷിച്ചു. ആർക്കും അറിയില്ല. മന്ത്രി കുടുംബത്തെപ്പറ്റി ഒരു വിവരവും അവർ കേട്ടിട്ടില്ല. അങ്ങാടിയിലെ മുഴുവൻ ആളുകളോടും വളരെ രഹസ്യമായിട്ട് അവർ ഈ വാർത്ത അന്വേഷിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു വൃദ്ധനായ ഒരു കച്ചവടക്കാരൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ പട്ടണത്തിൻ്റെ പരിധിയിലുള്ള അതിർത്തിയിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ബദറുൽ മുനീറും അവൻ്റെ കുടുംബമൊക്കെ താമസിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അവനെ കാണാം. അങ്ങനെ സൈനബ നേരെ അവിടേക്ക് ചെല്ലുകയാണ്. പട്ടണത്തിൻ്റെ ഒരറ്റത്തുള്ള ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴാറായ ഒരു ചെറിയ വീട്. അതിൻ്റെ മുറ്റത്ത് ബദറുൽ മുനീർ തൻ്റെ പഴകിയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്. സൈനബക്ക് ആ കാഴ്ച ഒരു നിമിഷം മാത്രമേ കണ്ടു നിൽക്കാനായതുള്ളൂ. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ബദറുൽ മുനീറാണ് എല്ലാം നഷ്ടപ്പെട്ട് ഈ പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച് ഈ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്നത്. സൈനബ വളരെ വേദനയോടെ തൻ്റെ കണ്ണീരടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ വളർത്തുപുത്രൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. സൈനബയെ കണ്ട ഉടനെ ബദറുൽ മുനീർ ചാടി എഴുന്നേൽക്കുന്നു. എന്താണ് എൻ്റെ ഹുസ്നുൽ ജമാലിൻ്റെ അവസ്ഥ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവരുടെ വിശേഷങ്ങൾ എന്താണ്? പറയൂ. ഉടനടി സൈനബ വളരെ വേദനയോടെ കൊട്ടാരത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും ബദറുൽ മുനീറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളിപ്പോൾ രാജാവിൻ്റെ തടവറയിലാണ്, കൊട്ടാരത്തിൻ്റെ ഏകാന്തമായ തടവറയിലാണ് അവളിപ്പോൾ കഴിയുന്നത്. അവൾക്ക് നിന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിന്നെ എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണണം എന്നവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നെ തേടി വന്നത്. നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഉടനടി ബദറുൽ മുനീർ പറയുന്നുണ്ട്, നമുക്കവളെ രക്ഷിക്കണം. അവിടെ നിന്ന് എന്ത് വില കൊടുത്തും അവളെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരണം. ഞങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും വിദൂരതയുള്ള സ്ഥലത്ത് പോയി താമസിച്ചോളാം. ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ, ഈ ആഡംബരങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. രാജ്യമോ അധികാരമോ പണമോ സമ്പത്തോ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ ഹുസ്നുൽ ജമാലിനെ മാത്രം മതി. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അതിനെന്തെങ്കിലും ഒരു വഴിയൊരുക്കണം. എങ്ങനെയാണത് സാധിക്കുക? അന്നേ ദിവസം അവരൊരു മനോഹരമായ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അവർക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് സൈനബയെ തേടി എന്നും പോകുന്ന ഒരു പൂക്കുട്ട, അത് വിൽക്കുന്ന കച്ചവടക്കാരനെയുമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ആ പൂക്കുട്ടയിൽ കത്തുകൾ സൈനബയും ബദറുൽ മുനീറും പരസ്പരം കൈമാറുകയാണ്. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. വരുന്ന അമാവാസി രാത്രിയിൽ ആകാശവും രാത്രിയുമെല്ലാം കറുത്തിരണ്ട് കിടക്കുന്ന ആ മനോഹരമായ രാത്രിയിൽ ഹുസ്നുൽ ജമാലിനെ ആ കൊട്ടാരത്തിൽ നിന്നും നമുക്ക് ഇറക്കിക്കൊണ്ടുവരണം. കാവൽക്കാരുടെയും രാജാവിൻ്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള പുഴയിലേക്ക് നിങ്ങൾ അവളെ കൊണ്ടെത്തിക്കണം. പുഴയുടെ കരയിൽ ഒരു തോണിയുമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടാവും. ആ രാത്രി അവസാനിക്കുമ്പോഴേക്കും തുഴഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കും. അവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങിക്കൊള്ളാം. അതായിരുന്നു ബദറുൽ മുനീർ സൈനബക്ക് മുന്നിൽ വെച്ച ആ മനോഹരമായ പ്ലാൻ. ആ പദ്ധതിക്ക് സൈനബയും കൂട്ടു നിൽക്കുന്നു. അങ്ങനെ ഇത് ഹുസ്നുൽ ജമാലിനെയും അറിയിക്കുന്നു. ആ 3 പേരും അടുത്ത അമാവാസി രാത്രിക്ക് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ 3 പേരും കാത്തിരുന്ന
അമാവാസി രാത്രി അവസാനം വന്നെത്തിയിരിക്കുകയാണ്. അന്ന് രാത്രി ബദറുൽ മുനീർ ഒരു തോണിയുമായി ആരും കാണാതെ ആ കൊട്ടാരത്തിനു പിറകിലുള്ള പുഴയിൽ തൻ്റെ പ്രിയപ്പെട്ടവളെയും കാത്തിരിക്കുന്നു. സൈനബയും ഹുസ്നുൽ ജമാലുമാകട്ടെ കൊട്ടാരം മുഴുവനും നിശബ്ദമായി ഉറങ്ങാൻ കാത്തിരിക്കുകയാണ്. സൈനബ എന്ന വൃദ്ധയായ പരിചാരിക അവർക്ക് വേണ്ടി ഒരു സാധാരണ വസ്ത്രം കൊണ്ടുകൊടുക്കുന്നുണ്ട്. രാജകുമാരിയുടെ അത്യാഡംബരങ്ങളും മനോഹരമായ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് സാധാരണയുള്ള ഒരു പരിചാരികയുടെ വേഷം മാത്രം ധരിച്ചാണ് അന്ന് ഹുസ്നുൽ ജമാൽ ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നത്. അങ്ങനെ എല്ലാ കാവൽക്കാരും ഉറങ്ങി എന്നുറപ്പായതിനു ശേഷം സൈനബയും ഹുസ്നുൽ ജമാലും നിഴല് പോലും അറിയാതെ ആ കൊട്ടാരത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എല്ലാ കാവൽക്കാരെയും കടന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി അതിൻ്റെ പിറകുവശത്തുകൂടെ ആ പുഴക്കരയിലേക്ക് ചെല്ലുന്നു. ആ കൊട്ടാരത്തിൻ്റെ മതിലിൽ നിന്നും പുഴക്കരയിലേക്ക് കെട്ടിയ ഒരു കയറിലൂടെ പിടിച്ചിറങ്ങുകയായിരുന്നു അവരുടെ കൃത്യമായ പദ്ധതി. പക്ഷേ ഈ 3 പേരും മാത്രം അറിഞ്ഞിരുന്ന ഈ പദ്ധതി എല്ലാം അറിയുന്ന മറ്റൊരാൾ കൂടെ ആ നാട്ടിലുണ്ടായിരുന്നു. അബൂ സയ്യാദ്. ഒരു അത്തർ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ രാജാവിൻ്റെ ഈ മകളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിരുന്ന അയാൾ പല പ്രാവശ്യം അവളെ വിവാഹാലോചിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ട്. അത്രയും സമ്പന്നനായിരുന്ന കുലീന കുടുംബത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നു അബൂ സയ്യാദ്. പക്ഷേ അയാൾ വളരെ വലിയ ദുഷ്ടൻ കൂടിയായിരുന്നു. ഈ ഹുസ്നുൽ ജമാലിനെ എന്തു വില കൊടുത്തും സ്വന്തമാക്കുക എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ പദ്ധതിയെല്ലാം അറിഞ്ഞിരുന്ന അബൂ സയ്യാദ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബദറുൽ മുനീറിൻ്റെ അടുത്തേക്ക് പൈസ കൊടുത്ത് ഒരു കത്ത് അയപ്പിക്കുന്നുണ്ട് അവിടുത്തെ ആളുകളെ വെച്ചിട്ട്. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: ഹുസ്നുൽ ജമാലിന് ഈ കൊട്ടാരത്തിൻ്റെ പിറകുവശത്തിലൂടെ ഇറങ്ങാൻ സാധിക്കുകയില്ല. കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കത്ത് കയ്യിലെത്തിയ ഉടനെ തൻ്റെ പ്രിയപ്പെട്ടവളെ മാത്രം ഉദ്ദേശിച്ചിരിക്കുന്ന ബദറുൽ മുനീർ അതൊരു ചതിയാണ് എന്ന് പോലും മനസ്സിലാക്കാനാവാതെ തൻ്റെ തോണിയും അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് ചെന്ന് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം സൈനബയും ഹുസ്നുൽ ജമാലും കൊട്ടാരത്തിൻ്റെ പിറകു വശത്തെത്തി ആ കയറിലൂടെ പിടിച്ചിറങ്ങാൻ നിൽക്കുകയാണ്. അവർ താഴേക്ക് നോക്കുമ്പോൾ ഒരാൾ ആ തോണിയിൽ തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഹുസ്നുൽ ജമാൽ ഉറപ്പിച്ചു, അതിൻ്റെ പ്രിയപ്പെട്ടവൻ ബദറുൽ മുനീറാണ്. പക്ഷേ അബൂ സയ്യാദ് എന്ന ക്രൂരനായിരുന്നു ആ തോണിയിൽ തനിക്ക് വേണ്ടി ആ ഹുസ്നുൽ ജമാലിന് വേണ്ടി കാത്തിരിക്കുന്നത്. അമാവാസി രാത്രിയിൽ എല്ലാം ഇരുട്ടായതുകൊണ്ട് അവരുടെ മുഖമൊന്നും പരസ്പരം ആർക്കും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ആ കയറിൽ പിടിച്ചുകൊണ്ട് പതിയെ പതിയെ താഴോട്ട് ഇറങ്ങിയ ഹുസ്നുൽ ജമാൽ ആ ഓടിച്ചെന്ന് അയാളുടെ ആ തോണിയിലേക്ക് കയറിയിരിക്കുകയാണ്. സൈനബക്ക് കൈവീശി ആംഗ്യം കാണിച്ചുകൊണ്ട് അങ്ങനെ ആ തോണി പതിയെ പതിയെ ആ പുഴയിൽ ചലിച്ചു തുടങ്ങുന്നു. പതിയെ പതിയെ ആ തോണി നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് ഒന്നും പറയാതെ നിശബ്ദനായിരിക്കുന്ന ആ ബദറുൽ മുനീറിൻ്റെ മുഖത്തേക്ക് ഹുസ്നുൽ ജമാൽ ഒന്ന് കണ്ണോടിക്കുന്നത്. ആ സമയത്ത് അവൾക്ക് ബോധ്യപ്പെട്ടു, ഇതിൻ്റെ പ്രിയപ്പെട്ടവനല്ല, എന്തോ ചതി പറ്റിയിട്ടുണ്ട്. ഇത് ക്രൂരനായ അബൂ സയ്യാദാണ്. അബൂ സയ്യാദ് ആ രംഗം മനസ്സിലാക്കിയ ഉടനെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഹുസ്നുൽ ജമാൽ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പേടിക്കേണ്ടതില്ല. രാജാവിൻ്റെ ഇത്രയും സൗന്ദര്യമുള്ള ഈ മകളെ ആ ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ദരിദ്രനായ ആ മന്ത്രിപുത്രൻ ഒരിക്കലും അർഹിക്കുന്നില്ല. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. അവനിപ്പോൾ കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ നിന്നെയും കാത്തിരിക്കുകയായിരിക്കും. അവനെ നീ മറന്നുകൊള്ളുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഞാൻ നൽകാം. അത്രയും സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഈ നാട്ടിൽ നിന്നെല്ലാം മാറി വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കാമെന്ന് അബൂ സയ്യാദ് പറഞ്ഞ് ക്രൂരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഹുസ്നുൽ ജമാലാകട്ടെ താൻ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ താനകപ്പെട്ട ഈ ചതിയുടെ കിണറ്റിൽ കിടന്നുകൊണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഹുസ്നുൽ ജമാൽ ഉടനെ ആ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അബൂ സയ്യാദ് അതിനും സമ്മതിച്ചില്ല. അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തുകയാണ് ക്രൂരമായിട്ട്. അങ്ങനെ അവരുടെ തോണി പതിയെ പതിയെ നീങ്ങിത്തുടങ്ങി. ബദറുൽ മുനീറാകട്ടെ കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ ഒരുപാട് നേരമായി തൻ്റെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുകയാണ്. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അവരിതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല.
അങ്ങനെ നേരം വെളുക്കാറായപ്പോൾ ബദറുൽ മുനീർ വളരെ വേദനയോടുകൂടെ തിരിച്ചു പോകാൻ വേണ്ടി തൻ്റെ തോണിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് ബദറുൽ മുനീർ വേദനയോടെ ആ രഹസ്യം തിരിച്ചറിയുന്നത്. ഞാനും ഹുസ്നുൽ ജമാലും ഒരുപോലെ ചതിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ തോണി ആ പുഴക്കരയിൽ കാണാനില്ല. ആരോ ഹുസ്നുൽ ജമാലുമായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുന്നില്ല. ആരാണ് അവളെ കൊണ്ടുപോയത് എന്നും അറിയുന്നില്ല. ബദറുൽ മുനീർ വളരെ വേദനയോടുകൂടെ അവിടെ ഇരുന്നു പോവുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാനാവാതെ. ഹുസ്നുൽ ജമാലാകട്ടെ അബൂ സയ്യാദ് എന്ന ക്രൂരൻ്റെ കൂടെ ആ തോണിയിൽ പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ തോണി ഒരു പുഴ കടന്ന് പതിയെ അതിവിശാലമായ ഒരു കായലിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. അബൂ സയ്യാദ് തൻ്റെ വിജയത്തിൻ്റെ ലഹരിയിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഹുസ്നുൽ ജമാലിനോട് നീ എന്തിനാണ് കരയുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ കായലിൽ അതിവേഗം അവരുടെ തോണി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിശക്തമായ ഇടിയും മിന്നലും സംഭവിക്കുന്നു. അതിശക്തമായ കാറ്റിൽ പെട്ടിട്ട് ആ തോണി ആടി ഉലയുകയാണ്. അബൂ സയ്യാദിനും ഹുസ്നുൽ ജമാലിനും വളരെ പേടിയാവുന്നുണ്ട്. അതിനിടക്ക് അബൂ സയ്യാദ് വളരെ ക്രൂരമായി പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ ആകാശത്ത് ആ അമാവാസി രാത്രിയിൽ മേഘക്കെട്ടുകൾക്കിടയിൽ നിന്ന് അശക്തമായ ഇടിമിന്നലിനും കൊടുങ്കാറ്റുകൾക്കും ഇടയിൽ ഒരു തീരൂപം തങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച അബൂ സയ്യാദ് കാണുകയാണ്. അത്രയും ഭീമാകരമായ ഒരു മനുഷ്യരൂപം. അത് കേവലം ഒരു മനുഷ്യനായിരുന്നില്ല. അതിഭീമാകരമായ ഒരു ശരീരം, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം. അതിന് ചിറകുകളുണ്ട്. അത്രയും ക്രൂരമായ അതിൻ്റെ മുഖം. അബൂ സയ്യാദിൻ്റെ മുന്നിലേക്ക് അത് വന്ന് നിൽക്കുകയാണ്. ജിന്നുകളിലെ ഏറ്റവും ശക്തനായിരുന്ന ഷംഹൂറസ് ആയിരുന്നു അവർക്ക് മുന്നിൽ ആ രാത്രി പ്രത്യക്ഷപ്പെട്ടത്. ആകാശത്തിലൂടെയുള്ള സൂര്യവിഹാരത്തിനിടയിൽ ആ മനോഹരമായ കായലിൽ അലയുന്ന തോണിയും അതിലെ അതിസുന്ദരിയായ ആ മനുഷ്യ സ്ത്രീയെയും കണ്ടതോടുകൂടെ ഷംഹൂറസിന് അവളെ സ്വന്തമാക്കണം എന്ന ഒരേ ഒരു ആഗ്രഹമായി. വളരെ ക്രൂരനായിരുന്ന ആ ജിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത്രയും സൗന്ദര്യമുള്ള, സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായിരുന്ന ഈ ഹുസ്നുൽ ജമാലിനെ അവർ കാണുന്നത്. ഉടനെ ആ തോണിയുടെ അടുത്തേക്ക് ഈ ഷംഹൂറസ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ കേവലം നിസ്സഹായനായ മനുഷ്യപുത്ര. അബൂ സയ്യാദിനോട് ആ ജിന്ന് അട്ടഹസിക്കുകയാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഈ സ്ത്രീയെ നീ ഒരിക്കലും അർഹിക്കുന്നില്ല. ഇവളെ എനിക്ക് സ്വന്തമാക്കണം. പേടിച്ചവശനായ അബൂ സയ്യാദ് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്, ഇവളെ നീ കൊണ്ടുപോയിക്കൊള്ളൂ. ഉടനെ ഷംഹൂറസ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടെ ഹുസ്നുൽ ജമാലിനെ തൻ്റെ കയ്യിലേക്ക് കോരിയെടുക്കുകയാണ്. എന്നിട്ട് അബൂ സയ്യാദിനോട് പറയുന്നുണ്ട്, നിന്നെ കൊന്ന് എൻ്റെ കൈയെ അശുദ്ധമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ചെയ്ത ചതിയും വഞ്ചനക്കും എല്ലാം ഈ പ്രകൃതി തന്നെ നിനക്ക് പകരം തരും. അങ്ങനെ ഷംഹൂറസ് ഹുസ്നുൽ ജമാലിനെയും എടുത്ത് മേഘങ്ങൾക്കിടയിലേക്ക് പറന്നകലുകയാണ്. ഈ അബൂ സയ്യാദാകട്ടെ അടുത്തതായി വന്ന ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് തൻ്റെ തോണി മറിഞ്ഞ് ആ കായലിലേക്ക് പതിക്കുകയാണ്. പതിയെ പതിയെ ആ കായലിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അബൂ സയ്യാദ് അവിടെ വെച്ച് മരണപ്പെടുന്നു. ചതി കൊണ്ട് നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുകയും ആ വേദനകൾക്കെല്ലാം പകരം ഈ കായലിക്കടിയിൽപ്പെട്ട് മരിച്ചു പോവുകയും ചെയ്യുന്നു അബൂ സയ്യാദ്. ഹുസ്നുൽ ജമാലാകട്ടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ അത്ഭുതപ്പെട്ടുകൊണ്ട് അവൾ ആ ജിന്നിൻ്റെ കയ്യിൽ വെച്ച് ബോധം കെട്ട് വീണു പോവുകയാണ്. ഷംഹൂറസാകട്ടെ അതിവേഗത്തിൽ ആ മേഘക്കെട്ടുകൾക്കിടയിലൂടെ പറന്ന് തൻ്റെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ഹുസ്നുൽ ജമാൽ ബോധമുണർന്നപ്പോൾ അവൾ കാണുന്നത് നേരത്തെ കണ്ടിരുന്ന കാഴ്ചകളൊന്നും ആയിരുന്നില്ല. അവളിപ്പോൾ മനോഹരമായ തൂവലുകളേക്കാൾ മൃദുവായ ഒരു പട്ടുമെത്തയിൽ കിടക്കുകയാണ്. താൻ ഇതുവരെ ഭൂമിയിൽ വെച്ച് കാണാത്ത അത്രയും മനോഹരമായ നിറങ്ങളുള്ള പൂക്കൾ, അതിമനോഹരമായ സുഗന്ധങ്ങൾ അടിച്ചു വീശുന്ന കാറ്റുകൾ, അത്രയും മനോഹരമായ പ്രകൃതിയുടെ ഒരു മനോഹരമായ ഒരു കൊട്ടാരത്തിലാണ് താനിപ്പോൾ കിടന്നുറങ്ങുന്നത്.
താൻ ജീവിച്ചിരുന്ന തൻ്റെ ഭൂമിയിലെ കൊട്ടാരത്തേക്കാൾ എത്രയോ മനോഹരമായ കാഴ്ചയിലേക്കാണ് താൻ ഈ ബോധം വിട്ട് ഉണർന്നത് എന്ന് ഹുസ്നുൽ ജമാലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവളുടെ അങ്കലാപ്പും അത്ഭുതവുമൊന്നും അപ്പോയി മടങ്ങിയിരുന്നില്ല. ഉടനെ ഷംഹുറസ് അവളുടെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നേരത്തെ കണ്ടിരുന്ന ക്രൂരമായ ഒരു ജീവിയുടെ അത്രയും തീജ്വാലകളുള്ള രൂപമായിരുന്നില്ല ആ സമയത്ത് ഷംഹുറസിനുണ്ടായിരുന്നത്. മനോഹരമായ സുന്ദരനായ ഒരു മനുഷ്യരൂപമായിരുന്നു. ഷംഹൂറസ് അവരുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന് പറയുന്നുണ്ട്, ഒരിക്കലും പേടിക്കേണ്ടതില്ല, എൻ്റെ പേര് ഷംഹൂറസ് എന്നാണ്, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ. നീ എൻ്റെ രാജ്ഞിയായി മാറണം. നീ എന്താണോ വിചാരിക്കുന്നത് അതെല്ലാം ഞാൻ നേടിത്തരാം. നീ അതിനാഗ്രഹം പ്രകടിപ്പിച്ചാൽ മാത്രം മതി. ഈ ലോകം മുഴുവനും ഞാൻ നിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷംഹൂറസ് തൻ്റെ വിരലൊന്ന് ഞൊടിക്കുകയാണ്. ഉടനടി ആ മുറിയിൽ മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ പരന്നു കിടക്കുന്നതായിട്ട് ഹുസ്നുൽ ജമാൽ കാണുന്നു. അത്രയും അത്ഭുതങ്ങളുടെ ലോകത്തേക്ക്, അത്രയും സമ്പന്നനായ, അത്രയും വലിയ ജിന്നിൻ്റെ അടുത്തേക്കാണ് ഈ ഹുസ്നുൽ ജമാൽ എത്തപ്പെട്ടിരിക്കുന്നത്. ആ കാഴ്ചകളെല്ലാം കണ്ടിട്ടും ഒരു ഭാവമാറ്റവുമില്ലാതെ ഹുസ്നുൽ ജമാൽ ആ പട്ടുമെത്തയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവർ ഈ ഷംഹൂറസിനോട് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് നിങ്ങളുടെ രാജ്ഞിയാവാൻ കഴിയില്ല. കാരണം എൻ്റെ ഹൃദയം എന്ന് ഞാൻ ഒരാൾക്ക് പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബദറുൽ മുനീർ, അവനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻക്കല്ലാതെ ഒരിക്കലും ഞാൻ ആർക്കും വഴങ്ങിക്കൊടുക്കുകയില്ല. എൻ്റെ ഹൃദയം എന്നോ ഞാൻ അവന് പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഹുസ്നുൽ ജമാൽ ആ അവസരത്തിൽ പറയുന്നുണ്ട്. ഷംഹൂറസ് ആ മറുപടി ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. എന്ത് അശക്തനായ ഒരു മനുഷ്യ സൃഷ്ടിക്കാണോ നീ വഴങ്ങിക്കൊടുക്കുന്നത്? അവൻ്റെ പെണ്ണാവാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതൊരിക്കലും ഇനി സാധ്യമല്ല. ഒന്നെങ്കിൽ നിനക്കെൻ്റെ രാജ്ഞിയായി ഇവിടെ കൊട്ടാരത്തിൽ അധിവസിച്ച് എല്ലാ സുഖ സൗകര്യങ്ങൾക്കിടയിലും കിടന്ന് ജീവിക്കാം, അല്ലെങ്കിൽ എൻ്റെ തടവറയിലെ അടിമയായിട്ടായിരിക്കും നീ കഴിയുന്നത്. എന്ത് വേണം എന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷംഹൂറസ് ആ മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ രാത്രി കണ്ട ആ തീഗോളത്തിൻ്റെ ദേഷ്യവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. അതേസമയം ബദറുൽ മുനീർ ആകട്ടെ എന്താണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ആ പുഴക്കരയിൽ തന്നെ നിശബ്ദനായി സ്തബ്ധനായിട്ട് ഇരുന്നു പോയിരിക്കുകയാണ്. പതിയെ നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തൻ്റെ പിതാവ് തൻ്റെ വീട്ടുപടിക്ക് നിൽക്കുന്നുണ്ട്. ഉപ്പയെ കണ്ടപ്പോൾ ബദറുൽ മുനീർ ഓടിച്ചെന്ന് തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിക്കുന്നു. തൻ്റെ മകന് എന്തു പറ്റിയെന്നറിയാതെ ആ മന്ത്രി തൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, മകനെ എന്തു പറ്റി? എന്തിനാണ് നീ ഇങ്ങനെ വേദനിക്കുന്നത്? ഉടനടി കഴിഞ്ഞ രാത്രിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും തൻ്റെ പിതാവിനോട് ബദറുൽ മുനീർ പറയുന്നുണ്ട്. ആ സമയത്ത് ആ പിതാവ് തൻ്റെ മകനോട് പറയുന്നു, ഇനി നീ അവളെ മറന്നു കളയുക, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ, അവൾ എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിച്ചു കൊള്ളും, അല്ലെങ്കിൽ അവൾ കൊട്ടാരത്തിലാണെങ്കിൽ കൂടെ നീ അവളെപ്പറ്റി ഇനി ചിന്തിക്കരുത്, അവൾ നല്ല രീതിയിൽ ജീവിച്ചു കൊള്ളും എന്ന് ആ പിതാവ് അവനെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്ത് ബദറുൽ മുനീർ പറയുന്നുണ്ട്, ഇല്ല ഉപ്പ, അവൾക്ക് എന്തോ അപകടമാണ് കാര്യമായിട്ട് സംഭവിച്ചിട്ടുള്ളത്, എന്തോ ഒരു ചതിയിലാണ് അവൾ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവൻ വില കൊടുത്തിട്ടും അവളെ ഞാൻ സംരക്ഷിക്കും, എന്ത് വന്നാലും അവളെ എനിക്ക് സംരക്ഷിക്കണമെന്ന് ബദറുൽ മുനീർ തൻ്റെ പിതാവിനോട് അവസരത്തിൽ പറയുന്നുണ്ട്. അത്രയും കേട്ടപ്പോൾ തൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അനുസരിക്കുകയാണ്. ബദറുൽ മുനീർ പറയുന്നുണ്ട്, ഉപ്പ, ഞാൻ അവളെ അന്വേഷിച്ചിറങ്ങാൻ പോവുകയാണ്. ഉപ്പ ചോദിക്കുന്നു, എവിടേക്കാണ് നീ ചെല്ലുന്നത്? അവൻ മറുപടി പറയുന്നു, എനിക്കറിയില്ല, പക്ഷേ എന്ത് വില കൊടുത്തും ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. ഉടനടി ആ പിതാവ് അവനെ ആശീർവദിക്കുന്നുണ്ട്, ദൈവം നിനക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ മകനെ യാത്രയാക്കുകയാണ്. ബദറുൽ മുനീർ അങ്ങനെ ആ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. തൻ്റെ കൂടെ ഒരു കുതിരയും ഒരു വാളും കുറച്ച് ഭക്ഷണവും മാത്രമാണ് ആ യാത്രയിലുടനീളം തൻ്റെ വീട്ടിൽ നിന്ന് അവൻ കരുതിയിട്ടുള്ളത്. അങ്ങനെ ആദ്യം ആ പുഴക്കരയിലൂടെയാണ് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴക്കരയിലൂടെ ചെന്ന് അതിൻ്റെ തീരത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ തീരത്തുകൂടെ സഹവസിക്കുന്ന ഓരോ ആളുകളോട് ചെന്നിട്ട് അവൻ ഒരു പെൺകുട്ടിയെ പറ്റി അല്ലെങ്കിൽ ഒരു തോണിയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആർക്കും ഒന്നും അറിയുമായിരുന്നില്ല. ചിലരെല്ലാം ഇവൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ദിവസവും ആ പുഴക്കരയിലൂടെ നടന്ന് നാടായ നാടുകളിലൂടെ മുഴുവനും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ അവൻ അന്വേഷിച്ചിറങ്ങിയ അവൻ്റെ പ്രിയപ്പെട്ടവളെപ്പറ്റി ആർക്കും ഒന്നും അറിയുമായിരുന്നില്ല.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും പൈസയും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അവൻ ഇന്ന് ഒരു യാചകനെ പോലെ അവൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ അലയുകയാണ്. അവൻ ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതിനിടയിൽ അവൻ പല കൊള്ളക്കാരെയും നേരിടുന്നുണ്ട്. തന്നെ എതിരെ വന്ന ആ കൊള്ളക്കാരെ മുഴുവനും അവൻ്റെ വാള് കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തുന്നുണ്ട്. ചിലരെല്ലാം അവനെ കണ്ടിട്ട് സഹതാപം തോന്നി അവന് ഭക്ഷണം നൽകുന്നുണ്ട്, രാത്രി കിടക്കാനൊരിടം നൽകുന്നുണ്ട്. അങ്ങനെ അവൻ ദിവസങ്ങളായി സഞ്ചരിച്ച് അവസാനം ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്നിരിക്കുകയാണ്. ആ സമയത്തിരുന്ന് അവൻ ആ സമുദ്രത്തിലേക്ക് നോക്കി. അവൻ ആദ്യമായിട്ട് അവൻ്റെ യാത്രയിൽ അന്ന് അവനെ ഒരു നിരാശ ബാധിച്ചിരിക്കുന്നു. അവൻ ചിന്തിക്കുകയാണ്, ഇത്രയും വലിയ വിശാലമായ ലോകവും സമുദ്രവും ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ എവിടെയാണ് ഞാൻ ഈ ഒരു ആളെ അന്വേഷിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവൾ എവിടെയാണ് ചെന്നിരിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോൽവി സമ്മതിച്ചതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ താൻ അത്രയും പ്രിയത്തോടെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട ആ വിരഹവേദനയിൽ അവൻ ആ സമുദ്ര തീരത്തിരുന്ന് എല്ലാം നഷ്ടപ്പെട്ട് ആ തീരത്തേക്ക് നോക്കി, ആ കടലിലേക്ക് നോക്കി അവിടെ കിടക്കുകയാണ്. ആ സമയത്താണ് തൊട്ടടുത്ത് കുറച്ചാളുകൾ, ആ സമുദ്രത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന കുറച്ച് മുക്കുവരായ ആളുകൾ അവിടെ അവരുടെ വലയൊക്കെ ഇങ്ങനെ നന്നാക്കുന്നത് ബദർ മുനീർ കാണുന്നത്. അങ്ങനെ ആ സമുദ്ര തീരത്ത് ഇരിക്കുന്ന ആ മുക്കുവരിൽ ഒരാൾ ഇവനെ കണ്ടിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ, കുറച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ബദർ മുനീറിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ഭക്ഷണവും വെള്ളവും ഒക്കെ ഇവൻ ആർത്തിയോടെ കഴിച്ചിറക്കുന്നുണ്ട്. ആ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ ചോദിക്കുന്നു, എന്തു പറ്റും മോനെ, നീ എന്താണ് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് ബദർ മുനീർ തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാവിധ വേദനകളും ആ വൃദ്ധനായ മനുഷ്യനോട് പറയുന്നുണ്ട്. ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നു, നിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും, പക്ഷേ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളാരും അങ്ങനെ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. ആ വൃദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്നായിരുന്നു അവൾ നഷ്ടപ്പെട്ടത്? ബദർ മുനീർ പറയുന്നു, കഴിഞ്ഞ അമാവാസി രാത്രിയാണ് ഞങ്ങളിതെല്ലാം പദ്ധതി തയ്യാറാക്കിയിരുന്നത്. അന്നാണ് അവളെ എനിക്ക് നഷ്ടപ്പെട്ടത്. അമാവാസി രാത്രി എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ്റെ മുഖം പെട്ടെന്ന് വിവർണമായി മാറി. അദ്ദേഹം എന്തോ കണ്ട് പേടിച്ചതുപോലെ വിരണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ആ അമാവാസി രാത്രി ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. ഞങ്ങളെല്ലാവരും ഭയപ്പെട്ട, ഇത്രത്തോളം ഭയപ്പെട്ട മറ്റൊരു ദിവസമില്ല. കടലിൽ ചിലപ്പോൾ ഞങ്ങൾ ദിവസങ്ങളോളം തങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇല്ലാത്ത ഒരു ഭയം ആ കഴിഞ്ഞ അമാവാസി രാത്രി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു തീവ്രമായ ഇടിമുഴക്കത്തോടുകൂടെ, ഇടിമിന്നലോടുകൂടിയുള്ളൊരു ദിവസമായിരുന്നു. കൊടുങ്കാറ്റുപോലെ ഞങ്ങളുടെ വീട് പോലും പറന്നു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ എല്ലാവരും ഭയപ്പാടോടെ ഇരിക്കുന്ന സമയത്താണ് ആകാശത്തു നിന്നും ഒരു തീഗോളം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടത്. മാത്രമല്ല, ആ തീഗോളം തിരിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തിരുന്നു. അത് വെറും ഒരു തോന്നലാകാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അടുത്ത ദിവസം ഉണർന്നപ്പോഴാണ് ഈ തീരത്ത് ഒരു തോണിയുടെ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്നതും ഞങ്ങൾ കണ്ടു. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇത് മോൻ പറഞ്ഞതുപോലെ ആ കഥയിലേക്ക് എത്തിച്ചേരാൻ, ആ സംഭവത്തിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത. ഇത്രയും കേട്ടതോടുകൂടെ ക്ഷീണിച്ചവശനായിരുന്ന ബദർ മുനീർ ചാടി എഴുന്നേൽക്കുകയാണ്. അന്വേഷിച്ചിറങ്ങാൻ ഒരു തുമ്പ് പോലും ഇല്ലാതിരുന്ന ആ കഥയിലേക്ക് പുതിയൊരു ഊർജം കൈവന്നിരിക്കുന്നു. താൻ എന്തിനെയാണ് നേരിടാൻ പോകുന്നത്, എവിടേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത് എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ബദർ മുനീറിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. താനിപ്പോൾ നേരിടാൻ പോകുന്നത് അതിശക്തനായ, മനുഷ്യരെക്കാൾ ശക്തനായ, അനിതര സാധാരണമായ ഒരു ശക്തിയോടാണ് താൻ നേരിടാൻ പോകുന്നത് എന്ന് ബദർ മുനീറിന് ആ നിമിഷം ബോധ്യപ്പെടുന്നു. അന്നു മുതൽ അവൻ്റെ യാത്ര മറ്റൊരു ദിശയിലായിരുന്നു. ഉൾനാടൻ ഗ്രാമങ്ങളിലും മലമുകളിൽ ധ്യാനിച്ചിരിക്കുന്ന ജ്ഞാനികളുടെ അടുത്തേക്കും പണ്ഡിതന്മാരുടെ അടുത്തേക്കൊക്കെ ആയിരുന്നു അവൻ ഈ കഥയും ഒക്കെ പറഞ്ഞ് ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. പക്ഷേ പലരും അവനെ കളിയാക്കി, അവൻ പറയുന്ന കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്ന് മാറ്റി ഓടിക്കുകയാണ്. അങ്ങനെയാണ് വളരെ വൃദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് അവൻ ചെല്ലുന്നത്. അവൻ്റെ കഥകൾ മുഴുവനും കേട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവരോട് മറുപടി പറയുന്നു, നീ ഏറ്റുമുട്ടാൻ പോകുന്നത് മനുഷ്യരോടല്ല, അത് ജിന്ന് വംശത്തോടാണ്. അന്ന് നീ കണ്ടത് ഒരു ജിന്നിനെയാണ്,
ഒരു ജിന്നാണ് നിൻ്റെ പ്രിയപ്പെട്ടവളെ ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് നിനക്ക് ഇനി ഒരിക്കലും അവളെ രക്ഷിക്കാനാവില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുകയാണ്. ഒരു വഴിയുമില്ലേ ജിന്നുകളെ കാണാനോ അവരുടെ ലോകത്തെപ്പറ്റി പഠിക്കാനോ ഒരു വഴിയുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ജിന്നുകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിന്നുകളെന്നാൽ നമ്മൾ മനുഷ്യരെ പോലെയല്ല, അവർ മറ്റൊരു വർഗമാണ്. അവർക്ക് ഏത് രൂപവും സ്വീകരിക്കാനാവും, അവർക്കിഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാനുമാവും, മനുഷ്യരോട് പ്രണയത്തിലകപ്പെടാനും അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഒക്കെ അവർക്ക് സാധിക്കും എന്നെല്ലാം ആ മനുഷ്യൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവസാനമായി ആ ജ്ഞാനി ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിദൂരതയിൽ മരുഭൂമിയിൽ ജിന്നുകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഒരു താഴ്വര തന്നെയുണ്ട്. അവിടെ ഈ ജിന്നുകൾ വരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കാണാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയ ഒരാളും ഇന്നേ വരെ അവിടെ നിന്ന് ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് നീ ഒരിക്കലും അവിടേക്ക് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പോടുകൂടെയാണ് ആ താഴ്വരയെ പറ്റിയും ആ പണ്ഡിതൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ തൻ്റെ മുന്നിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞപ്പോഴും ഹൃദയത്തിലുള്ള തൻ്റെ പ്രണയത്തിൻ്റെ വെളിച്ചമാണ് ഇരുട്ട് പരന്നു കിടന്നിരുന്ന ആ വഴികളിലെല്ലാം ബദറുൽ മുനീറിന് പ്രകാശം പരത്തിയത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവനിന് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, ആ താഴ്വരയിലേക്ക് എനിക്ക് എത്തിപ്പെടണം. എൻ്റെ ഹുസ്നുൽ ജമാലിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. അവിടെ നിന്നും അവളെ സംരക്ഷിച്ചു കൊണ്ടുവരണം എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെയാണ് ആ പണ്ഡിതൻ്റെ അടുത്തു നിന്നും അന്ന് ബദറുൽ മുനീർ ഇറങ്ങി നടക്കുന്നത്. ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അവൻ്റെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ്, ജിന്നുകളുടെ താഴ്വര തേടിക്കൊണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും തീർന്നിരിക്കുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു നിമിഷമെത്തിയപ്പോൾ ദാഹിച്ച അവശനായി പട്ടിണി കിടന്നിട്ട് ആ കുതിര ആ മരുഭൂമിയിൽ ചത്തു വീഴുകയാണ്. ബദറുൽ മുനീർ ആ നിമിഷം സ്തബ്ധനായിപ്പോയി. എത്രയും കാലം ഈ പരീക്ഷണത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഈ യാത്രയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹചാരിയായിരുന്ന ആ കുതിരയും ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ബദറുൽ മുനീറിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പടരാൻ തുടങ്ങി. പക്ഷേ ഓരോ നിമിഷവും അവൻ നിശബ്ദനാവാൻ തുടങ്ങുമ്പോൾ, പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖം ഓടിയെത്തും. അതവന് പുതിയ ഊർജം കൈവരും. ആ നിമിഷവും ഇതുപോലെ അവൻ്റെ മനസ്സിലേക്ക് ഹുസ്നുൽ ജമാലിൻ്റെ മുഖം കടന്നു വരുന്നു. അവളുടെ സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ആ മുഖം കണ്ടപ്പോൾ വീണുപോയേക്കാവുന്ന ബദറുൽ മുനീർ ആ കുതിരയുടെ അടുത്ത് നിന്ന്, ചത്ത കുതിരയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. അവന് പുതിയൊരു ഊർജം കൈവന്നതുപോലെ. അങ്ങനെ ആ പകൽ മുഴുവനും അവൻ അന്ന് നടന്നു തീർത്തിരിക്കുന്നു. രാത്രിയും അവസാനിച്ചു. അടുത്തൊരു പകൽ തുടങ്ങിയപ്പോഴേക്കും അവൻ അത്രയും അവശനായി മാറിയിരുന്നു. നടന്ന് അവൻ്റെ കാലുകൾ വിണ്ടു പൊട്ടിയിരുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അത്രയും അവശനായിരുന്ന ആ ബദറുൽ മുനീർ അന്ന് ആ മരുഭൂമിയിൽ വീണു പോവുകയാണ്. അവൻ്റെ കണ്ണുകൾ താനെ അടയുന്നു. അവൻ ഉറപ്പിച്ചു, ഇതെൻ്റെ അവസാന നിമിഷമാണ്. ഇനി ഇവിടെ എന്നെ ആരും രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല. എനിക്ക് ഭക്ഷണവും ലഭിക്കാനില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് സ്വന്തമാക്കാനാവാതെ ഞാൻ ഈ ലോകത്ത് നിന്നും വിടവാങ്ങുകയാണ് എന്ന് തൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് ബദറുൽ മുനീർ അവിടെ ബോധം കെട്ട് വീണു പോവുകയാണ്. പക്ഷേ ബദറുൽ മുനീറിൻ്റെ ജീവിതം ആ മരുഭൂമിയിൽ കേവലം അവസാനിക്കേണ്ടതായിരുന്നില്ല. ബദറുൽ മുനീർ അങ്ങനെ ബോധം കെട്ട് അവിടെ കിടക്കുമ്പോഴാണ് മറ്റൊരു അനിതര സാധാരണമായ സംഭവം അവിടെ സംഭവിക്കുന്നത്. മൈമൂന, അതിസുന്ദരിയായ ഒരു ജിന്നായിരുന്നു അവൾ. തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആകാശ വിഹായസിലൂടെ സവിസ്തരം ഇങ്ങനെ പറന്നു നടക്കുമ്പോഴാണ് മരുഭൂമിയിൽ അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ബോധം കെട്ട് കിടക്കുന്നത് ഈ മൈമൂന കാണുന്നത്. അവൾ വളരെ ഹൃദയശുദ്ധിയുള്ളവൾ കൂടിയായിരുന്നു. അവൾ ഉടനെ ആ മനുഷ്യനെ എടുത്തിട്ട് അവളുടെ ലോകത്തിലേക്ക് പറക്കുകയാണ്. അതിൻ്റെ കാരണം ഒന്ന് മാത്രമായിരുന്നു, ബദറുൽ മുനീറിൻ്റെ സൗന്ദര്യം. ഇന്നേ വരെ താൻ കണ്ട ഒരു മനുഷ്യരെ പോലും ആയിരുന്നില്ല ബദറുൽ മുനീർ. അത്രയും സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായിരുന്നു ബദറുൽ മുനീറിൻ്റെ മുഖത്ത് ആ മൈമുന കാണുന്നത്. ഉടനെ അവൾ അവനെ കൊണ്ടുപോയി അവളുടെ മെത്തയിൽ കിടത്തുന്നു. സമയം അങ്ങനെ കഴിഞ്ഞുപോയി. ബദറുൽ മുനീർ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ താൻ ബോധം കെട്ട് വീണിരുന്ന ചുട്ടുപഴുത്ത മരുഭൂമി ആയിരുന്നില്ല. അത്രയും മൃദുലമായ ഒരു പട്ടുമെത്തയിൽ താൻ കിടക്കുകയാണ്. താൻ ഏതോ കൊട്ടാരത്തിലാണ് വന്നു പതിച്ചിരിക്കുന്നത് എന്ന് ബദറുൽ മുനീറിന്
അത്യധികം അത്ഭുതത്തോടെയാണെങ്കിലും അവൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പക്ഷേ ഇത് കേവലം ഒരു കൊട്ടാരമല്ല, ഇത്രയും മനോഹരമായ ഒരു സൗധം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്രയും മനോഹരമായ ഒരു മണിമാളികയിലാണ് താൻ ഈ കിടക്കുന്നതെന്ന് ബദറുൽ മുനീറിന് ബോധ്യപ്പെട്ടു. ഉടനെ മൈമൂന എന്ന അതീവ സുന്ദരിയായ ആ ജിന്ന് അവൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇത്രയും സൗന്ദര്യവാനായ ഒരു മനുഷ്യനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നീ എന്തിനാണ് ആ മരുഭൂമിയിൽ ഇങ്ങനെ ബോധം കെട്ടി കിടന്നിരുന്നത്? നിനക്ക് എന്തു പറ്റി എന്ന് പറയുന്നു. ഞാനാണ് നിന്നെ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബദറുൽ മുനീറിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബദറുൽ മുനീർ സംസാരിച്ചു തുടങ്ങുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ ജീവൻ രക്ഷിച്ചത് താങ്കളാണ്. അതുകൊണ്ട് ഇന്നേ മുതൽ ഞാൻ അവിടുത്തെ അടിമയായിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഉടനടി മൈമൂന പറയുന്നുണ്ട്, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. നീ പറയൂ, എങ്ങനെയാണ് നീ ഇവിടെ എത്തിപ്പെട്ടത്? നീ എങ്ങനെയാണ് ആ താഴ്വരയിൽ, ഞങ്ങളുടെ താഴ്വരയിൽ നീ എങ്ങനെയാണ് വന്ന് പതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബദറുൽ മുനീർ ഇന്നേ വരെ നടന്ന എല്ലാ കഥയും മൈമൂനയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സ്തബ്ധയായി നിൽക്കുകയാണ് മൈമൂന. ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ ഇത്രത്തോളം പ്രണയിക്കാനാവുന്നത്? തൻ്റെ ജീവൻ പോലും പണയം വെച്ച് തൻ്റെ മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള ജിന്നുകളുടെ ലോകത്തേക്ക് പോലും എത്തി നോക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് മൈമൂന അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഈ മനുഷ്യരുടെ പ്രണയത്തിൽ അവൾക്ക് അസൂയ തോന്നുകയാണ്. അങ്ങനെ അവൾ മറ്റൊരു കാര്യം കൂടെ ബദറുൽ മുനീറിനോട് പറയുന്നുണ്ട്. നീ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവളെ കൊണ്ടുപോയത് ഷംഹൂറസ് എന്ന ജിന്നുകളിലെ ഏറ്റവും ക്രൂരനായ ആ ജിന്നാണ്. തൻ്റെ എതിരാളിയുടെ പേര് കേട്ടപ്പോൾ പുതു ഊർജം കൈവന്നതുപോലെ ബദറുൽ മുനീർ ആ പട്ടുമത്തയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എവിടെ അവൻ? എനിക്കവനെ കാണണം. മൈമൂന ഈ ബദറുൽ മുനീറെ ശാന്തനാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവൻ. ഷംഹൂറസ് നീ വിചാരിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് വളരെ ശക്തനാണ്. കാഫ് മലക്ക് മുകളിലാണ് അവൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1000 അതിശക്തരായ ജിന്നുകളാണ് അതിൻ്റെ കാവൽക്കാർ. നമുക്കൊരിക്കലും അവരെ പരാജയപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഷംഹൂറസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോലും നമുക്കെത്താനാവില്ല എന്നാണ് മൈമൂന പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം. ആ നിമിഷം ബദറുൽ മുനീറിനൊരു ഊർജ്ജം ലഭിക്കുന്നുണ്ട്. ഈ യാത്രയിൽ ഇന്നേ വരെ ഒരാളും തന്നെ സഹായിക്കാനുണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യമായി താൻ ഒറ്റക്കല്ല എന്നൊരു തോന്നൽ ബദറുൽ മുനീറിന് ആ നിമിഷം ഉണ്ടാവുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അവർ മനോഹരമായ ഒരു താഴ്വരയിൽ നിൽക്കുന്നൊരു ദിവസം. ഈ ബദറുൽ മുനീറിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ മൈമൂനക്ക് അത്രമേൽ പ്രണയം തോന്നുകയാണ്. അങ്ങനെ ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് മൈമൂന ബദറുൽ മുനീറിനോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്നുണ്ട്. നീ നോക്കൂ, എത്രത്തോളം മനോഹരമാണ് ഈ പൂന്തോട്ടങ്ങളും ഇവിടുത്തെ താഴ്വരകളുമെല്ലാം. ഞാൻ നിനകളോടൊരു കാര്യം പറയാം, നമുക്കൊരിക്കലും ഷംഹൂറസിൻ്റെ അടുത്തേക്ക് എത്താനാവില്ല. അവൾ അവിടെ ജീവനയോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ എൻ്റെ രാജാവായി എൻ്റെ കൂടെ ജീവിച്ചുകൊള്ളൂ. ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. നീ എൻ്റെ പ്രിയപ്പെട്ടവനായി ഇവിടെ താമസിക്കാം. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും ഞാൻ സാധ്യമാക്കി തരാം. ഈ ലോകം മുഴുവനും നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ അത്രയും കേട്ട ബദറുൽ മുനീർ വളരെ വേദനയോടുകൂടെ ആ മൈമൂനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നതെല്ലാം ശരിയാണ്, പക്ഷേ എൻ്റെ ഹൃദയം ഞാൻ എന്നേ എൻ്റെ ഹുസ്നുൽ ജമാലിന് കൈമാറിക്കഴിഞ്ഞതാണ്. ഒരിക്കലും അത് ഇനി താങ്കൾക്ക് തരാനാവില്ല. ഒരിക്കലും എനിക്ക് നിങ്ങളുടെ രാജകുമാരനാകാനാവില്ല എന്ന് ബദറുൽ മുനീർ ആ നിമിഷം തീർത്ത് പറയുന്നുണ്ട്. ആ സമയത്തെല്ലാം കരുണയോടെ സ്നേഹത്തോടെ നിന്നിരുന്ന മൈമൂന എന്ന ജിന്നിൻ്റെ ക്രൂരമായ മുഖം ബദറുൽ മുനീർ ആ നിമിഷം കാണുകയാണ്. വേദനിക്കപ്പെട്ട ഒരു ജിന്ന് എത്രത്തോളം ക്രൂരനാവാനാവുമെന്ന് ബദറുൽ മുനീർ ആ നിമിഷം തിരിച്ചറിയുന്നുണ്ട്. ഒരു ഞൊടിയിടയിൽ ആ താഴ്വര മുഴുവനും അഗ്നിപർവ്വതങ്ങളാൽ മൂടിയ അത്രയും ചൂട് വമിപ്പിക്കുന്ന ക്രൂരമായ ഒരു നരകത്തെപ്പോലെ തോന്നിക്കുന്നൊരു പ്രദേശമായിട്ട് മാറുകയാണ്. ബദറുൽ മുനീറിന് ആ ചൂട് അസഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാത്രമല്ല അവിടെ ആയുധങ്ങളേന്തിയ ജിന്നുകളുടെ സൈന്യം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് മൈമൂന പറയുന്നു, നിൻ്റെ പ്രണയം സത്യമാണോ എന്ന് ഞാൻ പരീക്ഷിക്കുകയാണ്. നിൻ്റെ മുന്നിലുള്ള ഈ മുഴുവൻ ജിന്ന് സൈന്യത്തെയും നീ വെട്ടിക്കൊലപ്പെടുത്തുകയാണെങ്കിൽ, അവരെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. അല്ലെങ്കിൽ നീ ഇവരുടെ അക്രമത്തിൽ കീഴ്പ്പെട്ട് ഇവിടെ മരിച്ചു വീഴും എന്ന് പറയുകയാണ്. ബദറുൽ മുനീർ തൻ്റെ വാളെടുത്തിട്ട് തൻ്റെ മുന്നിലുള്ള ഓരോ ജിന്ന് പട്ടാളക്കാരോടും ആ സൈന്യത്തോട് പോരാടുകയാണ്.
താൻ നശിച്ചുപോയി, താൻ ഇവിടെ പരാജയപ്പെടാൻ പോവുകയാണ് എന്ന് തോന്നി നിൽക്കുന്ന നിമിഷത്ത് അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഓടിയെത്തുന്നു. ആ സമയത്ത് എവിടെ നിന്നോ വരുന്ന ഒരു ഊർജം തൻ്റെ മുന്നിൽ നിൽക്കുന്ന പടയാളികളെ മുഴുവനും അരിഞ്ഞു വീഴ്ത്താൻ ബദറുൽ മുനീറിനെ സഹായിക്കുകയാണ്. അങ്ങനെ ബദറുൽ മുനീർ അവരെല്ലാവരെയും പരാജയപ്പെടുത്തുകയാണ്. തൊട്ടപ്പുറത്ത് മൈമൂന ഈ കാഴ്ചയെല്ലാം കണ്ട് സ്തബ്ധയായി അത്ഭുതപ്പെട്ട് നിന്ന് പോകുന്നു. അങ്ങനെ തൻ്റെ മുന്നിലുള്ള എല്ലാ ജിന്ന് സൈന്യത്തെയും പരാജയപ്പെടുത്തി ക്ഷീണിച്ച് നിൽക്കുന്ന ബദറുൽ മുനീറിൻ്റെ അടുത്തേക്ക് മൈമൂന ചെല്ലുന്നുണ്ട്. ഈ സമയം അവളുടെ പ്രണയം പതിയെ പതിയെ അവനോടുള്ള ഒരു ബഹുമാനമായിട്ട് മാറുന്നുണ്ട്. അവൾ പറയുന്നു, നിൻ്റെ സ്നേഹം എത്രത്തോളം ഗാഢമാണ്, ആത്മാർത്ഥമാണ് എന്ന് എനിക്ക് ഈ സമയം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഇന്ന് ഞങ്ങളുടെ ഈ ലോകത്തുള്ളൂ. അവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ബദറുൽ മുനീർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മളെ സഹായിക്കാൻ പോകുന്ന ആ മനുഷ്യൻ? ഉടനെ മൈമൂന പറയുന്നു, അത് എൻ്റെ പിതാവാണ്. അദ്ദേഹം ജിന്നുകളുടെ രാജാവാണ്. അദ്ദേഹത്തിനു മാത്രമേ നമ്മളെ ഇനി സഹായിക്കാനാവൂ. ഉടനടി ബദറുൽ മുനീർ ചോദിക്കുന്നുണ്ട്, ജിന്നുകളുടെ രാജാവ് കേവലം ഒരു മനുഷ്യനായ എന്നെ സഹായിക്കുമോ? മൈമൂന മറുപടി പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഒരിക്കലും സാധ്യമല്ല, പക്ഷേ ഞാൻ പറഞ്ഞു നോക്കാം. നമ്മളുടെ മുന്നിൽ ഇനി ആ വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ മൈമൂനയും ബദറുൽ മുനീറും അവരുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നുണ്ട്. രാജാവിൻ്റെ മുന്നിലെത്തിയ മൈമൂന ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും രാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ രാജാവ് വളരെ സന്തോഷത്തോടുകൂടെ ഇത്രയും ആത്മാർത്ഥമായി പ്രണയിക്കുന്ന അത്രയും സൗന്ദര്യമുള്ള ബദറുൽ മുനീറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബദറുൽ മുനീർ, ഇത്രയും സൗന്ദര്യവതിയായ എൻ്റെ മകൾ മൈമൂനയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. എൻ്റെ മുഴുവനും സമ്പത്തും അധികാരമെല്ലാം നിനക്ക് ഞാൻ കൈമാറാം. ഒരു മനുഷ്യനും ഇതുവരെ നേടാനാവാത്ത എല്ലാ അനുഗ്രഹമാണ് ഞാൻ നിൻ്റെ മുന്നിൽ വെക്കുന്നത്. നീ അവളെ മറന്നുകൊണ്ട് എൻ്റെ മകളെ സ്വീകരിച്ചാലും. പക്ഷേ വേദനയോടെ ആണെങ്കിൽ പോലും ബദറുൽ മുനീർ ആ രാജാവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം ഞാൻ എന്നോ അവൾക്ക് നൽകി കഴിഞ്ഞു പ്രഭു, അതുകൊണ്ട് എനിക്കിനി അതിന് സാധിക്കില്ല. ആ സമയത്ത് രാജാവിനും ബദറുൽ മുനീറിനോട് ഒരു ബഹുമാനം തോന്നുകയാണ്. ഉടനെ അതിവിശിഷ്ടമായ ഒരു കുതിരയെ ബദറുൽ മുനീറിന് സമ്മാനമായി നൽകുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നാൽ മതി, ഈ കുതിര നിന്നെ ശംഹൂറസിൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ബദറുൽ മുനീർ അവൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. തൻ്റെ മുന്നിൽ 1000 പടയാളികൾ ഇങ്ങനെ സജ്ജമായി ശംഹൂറസിൻ്റെ കാവൽക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ബദറുൽ മുനീർ പെട്ടെന്ന് ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ച കാണുന്നു. ആ പട്ടാളക്കാരെല്ലാം ഒരു നിമിഷം അവൻ്റെ മുന്നിൽ വഴിമാറി കൊടുക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പിറകിൽ ജിന്നുകളുടെ രാജാവിനെയാണ് അവർ കാണുന്നത്. അങ്ങനെ ആ ജിന്നുകളുടെ രാജാവും ഈ ബദറുൽ മുനീറും ശംഹൂറസിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ജിന്നുകളുടെ രാജാവിനെ കണ്ട ശംഹൂറസ് പേടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രഭു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വരെ വന്നത്? എന്തു പറ്റി? ആ സമയത്ത് ജിന്നുകളുടെ രാജാവ് ശംഹൂറസിനോട് പറയുന്നുണ്ട്, എവിടെയാണ് നീ ആ കൊണ്ടുവന്ന മനുഷ്യരിലെ ആ പെൺകുട്ടി? അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നീ എന്ത് അപമാനമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ജിന്നു വംശത്തിന് തന്നെ നീ അപമാനമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ശംഹൂറസിനെ ശക്തമായ ഭാഷയിൽ ശകാരിക്കുന്നുണ്ട്. ഉടനടി അദ്ദേഹത്തിൻ്റെ കാവൽക്കാർ ആ പെൺകുട്ടിയെ ഹുസ്നുൽ ജമാലിനെ ആ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. ഹുസ്നുൽ ജമാലിനെ ഒരു നിമിഷം അത് സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നു. അവൾക്കൊരിക്കലും വിശ്വസിക്കാനായില്ല. താൻ ഇനി ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടുമുട്ടില്ല എന്നുറച്ചു വിശ്വസിച്ചിരുന്ന ഹുസ്നുൽ ജമാൽ താനിപ്പോൾ തൻ്റെ കൺമുന്നിൽ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനായ ബദറുൽ മുനീറിനെയാണ്. എന്താണ് ഈ നിമിഷം സംഭവിക്കുന്നത് പോലും അറിയാതെ അവൾ തൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണീർ അവിടെ പൊഴിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു തോന്നലിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിൽ താൻ പോലും വിശ്വസിക്കാവുന്നതിനപ്പുറത്തേക്ക് ബദറുൽ മുനീർ തന്നെ തേടി ഈ ജിന്നുകളുടെ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണിത് സാധിച്ചത്? ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അവളെ വാരി പുണരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജിന്നുകളുടെ രാജാവ് വളരെ സന്തോഷത്തോടെ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഇത്രയും ഉദാത്തമായ മനോഹരമായ ആ പ്രണയത്തെ വീക്ഷിക്കുന്നത്. അങ്ങനെ അവരവിടെ സന്തോഷിച്ച് നിൽക്കുന്നത് കണ്ട ജിന്നുകളുടെ രാജാവ് ശംഹൂറസിനോട് പറയുന്നുണ്ട്, നീ ജിന്നുകൾക്ക് അപമാനമാണ് വരുത്തിയിരിക്കുന്നത്.
വലിയ പേരുദോഷമാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്നേ വരെയുള്ള എല്ലാ കഴിവുകളും ഞാൻ തിരിച്ചെടുക്കുകയാണ്. നിനക്കിനി ഒരിക്കലും ഭൂമിയിലേക്ക് പോകാനാകില്ല. മാത്രമല്ല ഞങ്ങളുടെ തടവറയിലേക്ക്, ജിന്നുകളുടെ തടവറയിലേക്ക് 1000 വർഷത്തിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പറഞ്ഞയക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കഴിവുകളും തിരിച്ചെടുത്ത് ഒരു സാധാരണ ജിന്നിൻ്റെ രൂപമായി ആ ഷംഹൂറസിനെ ജിന്നുകളുടെ തടവറയിലേക്ക് 1000 വർഷത്തിന് അവനെ അവിടേക്ക് ശിക്ഷിക്കാൻ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ നിൽക്കുന്ന ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും ഈ രാജാവിൻ്റെ അടുത്തേക്കും അവരുടെ മൈമൂന എന്ന മകളുടെ അടുത്തേക്കും വരുന്നുണ്ട്. കണ്ണീരോടുകൂടെ അവരുടെ സ്നേഹവും നന്ദിയും അവർക്ക് അർപ്പിക്കുന്നു. മൈമൂനയോട് ബദറുൽ മുനീർ പറയുന്നുണ്ട്, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് കണ്ടുമുട്ടാനാകുമായിരുന്നില്ല. എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ല. നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ സമ്മാനങ്ങളായിട്ടൊന്നുമില്ല. എൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന മനോഹരമായ വാക്കുകൾ നൽകിക്കൊണ്ട് അവരെ ആ വിശിഷ്ടമായ കുതിരപ്പുറത്ത് കയറ്റി തന്നെ രാജാവ് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും തങ്ങളുടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആ പ്രണയ ദമ്പതികൾക്ക് പരസ്പരം ഇനി കാണാനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അവർ എല്ലാ പ്രതിബന്ധങ്ങളോടും പൊരുതി, എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട്, വെല്ലുവിളികളെയും അതിജയിച്ച് തങ്ങളെക്കാൾ എത്രയോ ശക്തരായ ജിന്നുകളോട് പോലും പോരാടി അവരൊരുമിച്ച് സ്വപ്നം കണ്ട ആ ജീവിതത്തിലേക്ക്, ആ ഭൂമിയിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ്. അവർ ആ പുഴക്കരയിൽ തങ്ങൾ കൊണ്ടുപോയ അതേ പുഴക്കരയിൽ വന്നിറങ്ങി അവർ തൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ആളുകളെല്ലാം ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും കണ്ട് അത്ഭുതത്തോടെ കൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ അടുത്തേക്ക് ആ വാർത്ത അറിയിക്കാൻ വേണ്ടി ഓടുന്നത്. രാജാവാകട്ടെ തൻ്റെ പ്രിയപ്പെട്ട മകളെ നഷ്ടപ്പെട്ട വേദനയോർത്ത് അതീവ രോഗം പിടിപെട്ട് എല്ലാവിധ ആരോഗ്യങ്ങളും ക്ഷയിച്ച് മരണത്തിൻ്റെ വക്കിൽ കിടക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ രാജാവിന് ഈ വാർത്ത കേട്ടതോടുകൂടെ പുതിയൊരു ഊർജം കൈവരുകയും തൻ്റെ മകളെയും ബദറുൽ മുനീറിനെയും വളരെ സ്നേഹത്തോടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മകളുടെ കയ്യിൽ പിടിച്ചിട്ട് മാപ്പിരക്കുകയാണ് ആ പിതാവ് ചെയ്യുന്നത്. എൻ്റെ അധികാരം, മോഹങ്ങളും അഹങ്കാരങ്ങളുമാണ് നിങ്ങൾക്ക് ഈ വിധിയൊക്കെ വരുത്തി വെച്ചത്. എൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ കൊട്ടാരത്തിൽ തന്നെ ഞാൻ ചെയ്തു തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്നേഹത്തോടെ ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും ആ കൊട്ടാരത്തിലേക്ക് രാജാവ് സ്വീകരിച്ചിരുത്തുകയാണ്. ഈ വാർത്തയറിഞ്ഞ മന്ത്രിയും കൊട്ടാരത്തിലേക്ക് ഓടി വരുന്നുണ്ട്. തൻ്റെ മകനെ വാരിപ്പുണർന്നുകൊണ്ട് അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ എല്ലാവിധ വാർത്തകളും അവരെല്ലാവരോടും പറയുന്നു. നാട്ടിലാകെ നഷ്ടപ്പെട്ടു പോയ ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിൻ്റെ വിളംബരങ്ങൾ മുഴങ്ങുകയാണ്. ആ വാർത്ത എല്ലാവരും വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടു കൂടെയാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അവരുടെ വിവാഹവും കർമ്മങ്ങളും എല്ലാം വളരെ മംഗളകരമായിട്ട് തന്നെ ആ കൊട്ടാരത്തിൽ അവസാനിക്കുന്നുണ്ട്. ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും പ്രണയകഥ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ആ കവിതയിൽ നിന്ന് ഇന്ന് ഹൃദയം മുഴുവനും കീഴടക്കുന്ന അതീവ സുന്ദരമായ ആ പ്രണയകഥ നമ്മളിലേക്കെല്ലാം ഒഴുകിയെത്തിയിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ മുന്നിൽ എല്ലാവിധ ശക്തികളും തോറ്റുപോകുന്ന, തങ്ങളെക്കാൾ എത്രയോ ശക്തരായ ജിന്നുകളെപ്പോലും അലർത്തിയടിച്ച ബദറുൽ മുനീറിൻ്റെയും എല്ലാം നഷ്ടപ്പെട്ടിട്ടും തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരുന്ന ഹുസ്നുൽ ജമാലിൻ്റെയും ആ പ്രണയ കവിതയും കഥയുമെല്ലാം ഇന്ന് ഈ കാലത്തോളം എല്ലാം അതിജയിച്ച് ഇതിഹാസമായി നിലകൊള്ളുകയാണ്. ഇതുപോലെ മനോഹരമായ കഥകളുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.